ഹായ്, ഞാനിന്നിവിടെ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ചെറിയ ഉള്ളി വേണം, 10-15 ചെറിയ ഉള്ളിയും. അതുപോലെ തന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീനില്ല നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ഫ്രൈങ് പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്ന ശേഷം അതിനകത്തോട്ട് ലേശം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് ഏകദേശം ആ വെള്ളമൊക്കെ വറ്റി എന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിനകത്തോട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ലേശം മതിയാവും കേട്ടോ. ഇതിട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അധികം ആവരുത്, കാരണം പിള്ളേർക്കാണെങ്കിൽ നല്ല എരിവായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം കുറച്ച് മാത്രം യൂസ് ചെയ്യുക. ഇത് നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാവേ. ഇത് ഞങ്ങൾ ഈ ഉണക്കച്ചെമ്മീൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീനായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. കാരണം നമ്മുടെ ആ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരണ്ടേ. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ പിള്ളേർക്കും ഇഷ്ടമാവും. ഈ കറുമുറ കടിച്ച് തിന്നാനായിട്ട് പിള്ളേർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഉണക്കച്ചെമ്മീൻ. ഇത് നമ്മൾ അല്ലാതെ വെള്ളരിക്കയുടെയൊക്കെ കൂടെ ചാറും വെക്കും ഈ ഉണക്കച്ചെമ്മീനിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ചാറുകറിയൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ ഒരു സൈഡ് കോമ്പിനേഷനായിട്ട് ഇത് നല്ലതാണ്. ഞങ്ങൾക്കിന്ന് സാമ്പാറും മുട്ട പൊരിച്ചതും ഉണക്കച്ചെമ്മീനും മത്തി വറുത്തതും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. ബൈ.